80ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിനൊരുങ്ങി രാഷ്ട്രം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുന്നതോടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തുടക്കമാകും. ചരിത്രത്തിലാദ്യമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കും. തുടർന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദ, വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേയ്സ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിൽ, ഒരു അഭിമാന നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്ങനെയാണോ സ്വാതന്ത്ര്യദിനം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്, അതിനേക്കാൾ കൂട്ടുന്ന ഒരു 80ാം സ്വാതന്ത്ര്യദിനം കൂടി ചരിത്രത്തിൽ ഇടം പിടിക്കും. അതിലെനിക്ക് ഒരു സംശയവുമില്ല. ഇതെന്തൊക്കെ കാര്യങ്ങളാകും? പ്രധാനമായും ചെങ്കോട്ട സാക്ഷ്യം വഹിക്കുക, വന്ദേമാതരം ആലപിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി ഇന്ന് എപ്പോഴാകും അഭിസംബോധന ചെയ്യുക? എന്തൊക്കെ നടപടിക്രമങ്ങളാകും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഡൽഹിയിൽ നിന്നും? അശ്വതി രാഖി, ഗുഡ് മോർണിംഗ്. സ്വാതന്ത്ര്യദിന ആശംസകൾ. പ്രേക്ഷകർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ വിവരിക്കുമ്പോൾ 6:50 ഇതുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. 6:50 ഗാർഡ് ഓഫ് ഓണർ സജ്ജമാകുന്നു എന്നുള്ളതാണ്. 3 സേനകളിൽ നിന്നുമുള്ളതും കൂടാതെ ഡൽഹി പോലീസിൻ്റെയും സേനാംഗങ്ങൾ ഉൾപ്പെടുന്ന ഗാർഡ് ഓഫ് ഓണറാണ് ഒരുക്കിയിരിക്കുന്നത്. 6:55 പ്രതിരോധ സെക്രട്ടറി ഇവിടേക്ക് ഈ റാംപറ്റിൻ്റെ താഴേക്ക് ഉള്ള പ്രധാന വേദിക്ക് താഴേക്കുള്ള സ്ഥലത്തേക്ക് എത്തുക. അതേപോലെ തന്നെ 6:55 7 ഇടയിൽ 3 സേനാ മേധാവിമാരും അതേപോലെ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും സംയുക്ത സൈനിക മേധാവിയും അവിടേക്ക് ഈ പ്രധാന വേദിക്കരികിലേക്ക് എത്തും. 7:05 പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തും. 7:11 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വേദിയിലേക്ക് എത്തും. 7:18 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തുക. ലാഹോർ ഗേറ്റ് വഴിയായിരിക്കും അദ്ദേഹം ഈ പ്രധാന റാംപറ്റിലേക്ക്, ഈ പ്രധാന വേദിയിലേക്ക് പ്രവേശിക്കുക. അതിനു മുമ്പായി ഈ പ്രതിരോധ സെക്രട്ടറി അദ്ദേഹത്തെ അനുഗമിക്കും. പ്രതിരോധ സെക്രട്ടറിക്കൊപ്പം തന്നെ ഡൽഹിയിലെ കരസേനയുടെ ചുമതല വഹിക്കുന്ന ഒരു മേജർ ജനറൽ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടാകുമെന്നുള്ളതാണ്. 7:07 ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങാണ്. അതിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുമ്പോൾ അവിടെ മിലിറ്ററി ബാൻഡ് ആലപിക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ 21 ആചാര വെടികൾ ഉണ്ടാകും. ഒപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്ററുകൾ ഈ വിശിഷ്ടാതിഥിക്കുമേൽ പുഷ്പവൃഷ്ടികൾ നടത്തുന്ന ചടങ്ങുകളുണ്ടാവും. 7:36 പ്രധാനമന്ത്രിയുടെ പ്രസംഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പ്രസംഗത്തിന് ശേഷം സമാപന ചടങ്ങുകളുടെ ഭാഗമായി വന്ദേമാതരം വീണ്ടും ആലപിക്കും, ദേശീയഗാനം ആലപിക്കും. അതേപോലെ തന്നെ ത്രിവർണ്ണ ബലൂണുകൾ ആകാശത്തേക്ക് പ്രധാനമന്ത്രി പറത്തിവിടും. ശേഷം ആദ്യം പ്രധാനമന്ത്രി വേദി വിടുന്നു, പിന്നീട് രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വേദി വിടുന്നു, പിന്നീട് സഹമന്ത്രി വേദി വിടുന്നു. 3 സേനാ മേധാവിമാരും അതേപോലെ തന്നെ സംയുക്ത സേനാ മേധാവിയും വേദി വിടുന്നതോടുകൂടിയാണ് ഈ സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ട ചെങ്കോട്ടയിൽ നടക്കുന്ന ചടങ്ങുകൾ സമാപിക്കുന്നത്. എല്ലാ തവണത്തെയും പോലെ ഈ കഴിഞ്ഞ മുൻ വർഷങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ 2047 വികസിത ഭാരതം എന്നുള്ള സങ്കല്പത്തിലേക്കുള്ള റോഡ് മാപ്പുമായിട്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക സാധാരണഗതിയിൽ. ഇത്തവണയും സ്വാഭാവികമായും ഈ 2047 ഇത്തവണത്തെ പ്രമേയം തന്നെ വന്ദേമാതരവും അതേപോലെ തന്നെ 2047 വികസിത ഭാരതം എന്നുള്ള സങ്കല്പത്തിലേക്ക് യാത്രയാകുമ്പോൾ അവിടെ യുവതലമുറയുടെ പ്രാധാന്യം അതുതന്നെയാണ്. ഇത്തവണ അവിടെ അതിഥികളായി എത്തുന്നത് ഏതാണ്ട് 2500ഓളം യുവാക്കളാണ്. ആ യുവാക്കൾ NCCയിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് അവിടെ അതിഥികളായി എത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കൂടാതെ നാരീശക്തിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് എല്ലാ വർഷവും ഈ ഗാർഡ് ഓഫ് ഓണറിലടക്കം ഈ നാരീശക്തി സാന്നിധ്യം എടുത്തു കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയും ഉണ്ടാകും. ഇത്തവണത്തെ 80ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷിക്കുമ്പോഴും സ്വാഭാവികമായും അത്തരം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ കൂടുതലായി പ്രദർശിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സംരംഭകത്വം അതേപോലെ തന്നെ ആത്മനിർഭർ ഭാരത് എന്നുള്ള കോൺസെപ്റ്റ് അത് കൂടുതലായി എടുത്തു കാണിച്ചുകൊണ്ട് സ്വാഭാവികമായും പ്രധാനമന്ത്രി ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ വേദിയിൽ വിശിഷ്ടാതിഥികളായി എത്തുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിവിധ സർക്കാർ ആശുപത്രികളിലെ ജീവനക്കാർ, അതേപോലെ തന്നെ ശുചീകരണ തൊഴിലാളികൾ, ഒപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ നിന്നുമുള്ള മെമ്പർമാർ, അങ്ങനെ സർപഞ്ചുകളടക്കമുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് അവിടേക്ക് ക്ഷണം നൽകിയിരിക്കുന്നത്. കൂടുതലായും നാരീശക്തി വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രദർശനങ്ങൾ, അതായത് അത്തരം ഒരു കോൺസെപ്റ്റോടുകൂടി തന്നെ ആയിരിക്കാം
വേദിയടക്കം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും ഡൽഹിയിലും രാജ്യത്തുടനീളവും അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 80-ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തന്ത്രപ്രധാന മേഖലകളിലൊക്കെ തന്നെ ഒരാഴ്ചകൾക്ക് മുമ്പേ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. ഈ ചെങ്കോട്ടയ്ക്ക് ചുറ്റും ഏതാണ്ട് 20,000-ലധികം പോലീസിനെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ആൻറ്റി ഡ്രോൺ സിസ്റ്റം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങളും രാജ്യത്തുടനീളം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ രാത്രിയിലടക്കം ഡൽഹി പോലീസ് കർശനമായ വാഹന പരിശോധനയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായ നീക്കങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഒരു തരത്തിലും ഈ ചെങ്കോട്ടയ്ക്കോ അല്ലെങ്കിൽ ചെങ്കോട്ടയ്ക്ക് സമീപ പ്രദേശങ്ങളിലേക്കോ ഏതെങ്കിലും തരത്തിലുള്ള അക്രമത്തിൽ ഏർപ്പെട്ടവർ കടന്നു വന്നാൽ അവരെ ഫേഷ്യൽ റിക്കഗ്നീഷൻ ക്യാമറ വഴി AI സിസ്റ്റത്തിലൂടെ അക്രമികളെ തത്സമയം കണ്ടെത്തുവാനും നമ്പർ പ്ലേറ്റുകൾ കൃത്യമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ഈ വാഹനങ്ങൾ തിരിച്ചറിയുവാനും ഒക്കെ തന്നെയുള്ള വളരെ ആധുനിക സംവിധാന സുരക്ഷയും ആണ് ഈ ചെങ്കോട്ടയ്ക്ക് ചുറ്റും ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. രാഖി, അതോടൊപ്പം തന്നെ നന്ദൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യുവശക്തി അത് തന്നെയാണ് നമ്മുടെ ഭാരതത്തിന്റെ യുവകരുത്ത്. ആ ഒരു കരുത്ത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ രാഷ്ട്ര നിർമ്മാണത്തിന് യുവശക്തിയുടെ ഒരു പ്രാധാന്യം അതുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ ഈ സ്വാതന്ത്ര്യദിനം. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞു നിരവധി വിശിഷ്ട അതിഥികളുണ്ട്, കനത്ത സുരക്ഷയാണ്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ കൂടി. രാഖി, തീർച്ചയായിട്ടും ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രമേയം തന്നെ ഈ 2047-ൽ യുവാക്കളുടെ അല്ലെങ്കിൽ യുവശക്തി എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന പ്രമേയങ്ങളിലൊന്ന്. ഒന്ന് വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികവുമാണ്. ഈ രണ്ടാമത്തെ, അതായത് യുവാക്കൾ അത് അവർ ഭാവിയല്ല ഇപ്പോഴത്തെ നിലവിലെ സംസാരകാലത്തെ വാഗ്ദാനങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഭാവിയിലേക്ക് മാത്രം കരുതി വെക്കേണ്ടവർ അല്ല അവർ എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ പോപ്പുലേഷനിൽ വലിയൊരു ശതമാനവും ഭൂരിപക്ഷവും യുവാക്കളുടെ സാന്നിധ്യമാണ്. സ്വാഭാവികമായും 2047 എന്നുള്ള ഭാരതം എല്ലാ അർത്ഥത്തിലും വിജയത്തിലേക്ക് കിടക്കുന്ന ആ മുഹൂർത്തത്തിൽ അത് യുവാക്കളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നുള്ളത് പ്രധാനമന്ത്രി നേരത്തെയും വ്യക്തമാക്കിയതായിരുന്നു. ഈ 2047-ലേക്കുള്ള ഒരു റോഡ് മാപ്പുമായിട്ടായിരിക്കും സ്വാഭാവികമായും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തതും അത് വീക്ഷിക്കുവാനും മറ്റും ഏതാണ്ട് 2500-ഓളം യുവാക്കൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട യുവാക്കളും എത്തുന്നു എന്നുള്ളത് സ്വാഭാവികമായും ആ 2047 വികസിത ഭാരതം എന്നുള്ള കോൺസെപ്റ്റിന് യുവാക്കളുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളത് കേന്ദ്ര സർക്കാരും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയും തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംരംഭകത്വമടക്കം യുവാക്കൾക്കായി കൂടുതൽ ഒരുക്കി നൽകിയിരിക്കുന്നത്. യുവാക്കൾക്ക് രാജ്യത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ലോണുകളും മറ്റും അല്ലെങ്കിൽ ലോണുകൾ എടുത്തുകൊണ്ട് വ്യവസായ മേഖലയിലേക്ക് കടക്കുവാനും വലിയ വ്യവസായ പ്രമുഖരാകുവാനുള്ളയും അതേപോലെ തന്നെ അതിലൂടെ രാജ്യത്തിൻ്റെ എക്കണോമി വർദ്ധിപ്പിക്കുവാനും ഒക്കെ തന്നെയുള്ള എല്ലാ നീക്കങ്ങളും രാജ്യത്ത് നടക്കുമ്പോൾ അതിന് സ്വാഭാവികമായും യുവാക്കളുടെ കൂടുതൽ സാന്നിധ്യം അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവാണ് സർക്കാരിനെ ഇത്തരത്തിൽ യുവാക്കൾക്കായി കൂടുതൽ പദ്ധതികളും മറ്റും നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രേരണാചാലകമായത് എന്നുള്ള കാര്യത്തിൽ തർക്കമായില്ല. ഏതായാലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രസംഗത്തിലും യുവാക്കളുടെ അല്ലെങ്കിൽ യുവാക്കൾ എങ്ങനെ രാഷ്ട്രത്തെ 2047 എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം കൃത്യമായൊരു ബോധം നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് നൽകും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിലൂടെ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയും രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ യുവാക്കളുടെ അല്ലെങ്കിൽ യുവാക്കൾ എത്രമാത്രം വികസിത ഭാരതം എന്നുള്ള സങ്കല്പത്തിലേക്കുള്ള യാത്രയിൽ അനിവാര്യമാണ് എന്നുള്ളത് രാഷ്ട്രപതിയുടെ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒപ്പം തന്നെ നേരത്തെ രാഖി ചോദിച്ച പോലെ തന്നെ ഈ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലുടനീളം അതികർശനമായ സുരക്ഷയാണ്. ഡൽഹിയിൽ മാത്രമല്ല എല്ലാ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന മേഖലകളിലും പ്രത്യേകിച്ച് അതിർത്തി മേഖലയിൽ ജമ്മു കാശ്മീരിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ കൂടുതൽ പോലീസ് വിന്യാസം നടത്തിയിരിക്കുന്നു. പോലീസ് മാത്രമല്ല NSG കമാൻഡോ അടക്കം CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള സൈനിക വിഭാഗങ്ങളിൽ നിന്നുമുള്ള അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുമുള്ള സേനാ അംഗങ്ങളെയാണ് ഈ ചെങ്കോട്ടയ്ക്ക് ചുറ്റും അതേപോലെ തന്നെ രാജ്യതലസ്ഥാനത്തിൻ്റെ തന്ത്രപ്രധാന മേഖലകളിലും വിന്യസിച്ചിരിക്കുന്നത്. തീർച്ചയായും